ഹലോ ഗൈസ്, ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് ഉച്ച വരെ ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ വരുന്ന തേഴ്സ്ഡേ എൻ്റെ മുഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ എനിക്ക് ഈ ദിവസമേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് ടൈമായിരിക്കും. ഞാനവിടെ എത്തിയതും ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞതും മുഫി എത്തും. അപ്പോൾ ഇന്ന് മുഫിക്ക് 6 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ മുഫി വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ പോകണം. ഓൾറെഡി ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി ഇതിൻ്റെ പാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടി ഒന്നുകൂടിയും പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് പോവാം. മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഡ്യൂട്ടിക്ക് പോകണതും വരുന്നതും അല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് മുഫി ഇല്ലാണ്ട് പുറത്ത് പോണത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ നല്ല ചൂടാണ്, പുറത്ത് നട്ടുച്ചയല്ലേ, ഒരു 3 മണി ആവണം. അപ്പോൾ ഈ ചൂടത്ത് വേണം പോവാനും. പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്, ആകെ ക്ഷീണിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഈ ടൈമിൽ ഉറങ്ങണതായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. നല്ല വെയിലുണ്ട്, കുടയില്ലാണ്ട് നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പം എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള കുരന്മാർക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒക്കെ ഇവിടെ വന്നപ്പോൾ അവിടെ ഫസ്റ്റ് ഫുഡ് കോർട്ട് നിന്നൊക്കെ ഒരു ബർഗർ കഴിക്കണം, എന്നാലാണ് എനിക്ക് സമാധാനമായിട്ട് ഇനി പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് 2 ഷർട്ട് മേടിച്ചിട്ട് ഇറങ്ങി. ഇനി എന്തെങ്കിലും വേറെ എവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇനിയിപ്പോൾ 2 hours കഴിഞ്ഞാൽ മുഫി വരും, അതിനുള്ളിൽ റൂമിലെത്തണം. അയ്യോ എന്തൊരു വെയിലാ, വെള്ളം തയ്ക്കുന്നുണ്ട്. ഇവിടെ ഗിഫ്റ്റ് ഹോം ഉണ്ട്, ഗിഫ്റ്റ് ലാൻഡോ, അവിടെ വന്നിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഞാനിങ്ങനെ ഉരുകുണ്ട്, തിരിച്ച് റൂമിൽ എത്തുമെന്നൊക്കെ അറിയില്ല. ഓക്കെ, 5 മണിയായി. അങ്ങനെ ഞാൻ റൂമിലെത്തി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഫി എത്തും. അപ്പോഴേക്കും കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. നല്ല ചൂടുണ്ട് പുറത്തൊക്കെ ആൾക്കാർ എങ്ങനെയാണാവോ പണിയെടുക്കണം, അതൊക്കെ അറിയാം. ഓരൊക്കെ പഠിച്ചോ കാത്തോട്ടെ, ചൂടൊന്ന് കുറഞ്ഞിട്ടേ മതിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ ബാക്കി വീഡിയോ ഞാൻ തേഴ്സ്ഡേക്ക് കൊടുക്കുന്നുണ്ടാവും. ബൈ ആയിട്ടില്ല, ഇതിന് ഞാൻ തുടർന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എന്താണ്, വെയിറ്റ് ചെയ്യും ഗൈസ്. അപ്പം ഞാൻ കാത്തിരുന്നിട്ട് എൻ്റെ മുഫിൻ്റെ ബർത്ത്ഡേ വന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വേഗം വന്ന് ഡ്രസ്സൊക്കെ മാറ്റി. എൻ്റെ കൂടെ എൻ്റെ ബ്രദേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ ആകെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഫി ഇപ്പോൾ എത്തും, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തും. അപ്പോൾ ഭയങ്കര എന്താ പറയുക സന്തോഷം. കാരണം നിക്കാതെ എനിക്കുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. മെയ് മുതൽ ഞാൻ കളക്ട് ചെയ്ത് വാങ്ങി വെച്ചതാണ് മുഫിക്ക് വേണ്ടിയിട്ട്. ഓനിതൊന്നും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല, കാരണം ഞാനൊക്കെ ഇതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഓന് സർപ്രൈസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം സർപ്രൈസ് ആവോ. നമ്മളിത് മതിയുന്നത് ചാത്തനെ, ഇത് നല്ല സ്കാൻ ചെയ്ത് വാംലേറ്റ് പിന്നെ ഇട്ടത് കാണോ. അപ്പോൾ എൻ്റെ മുഫിൻ്റെ 24th ബർത്ത്ഡേ ആണ്. 24th ബർത്ത്ഡേക്ക് 24 ഗിഫ്റ്റ്സ്. ഞാൻ മുഫിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു മുഫിനെ ലേറ്റ് ആക്കിയിട്ട് വിളിക്കാൻ പറ്റും. പാവം സ്റ്റോക്ക് ടേക്കിങ് ഒക്കെപ്പാടെ കഴിഞ്ഞിട്ടാണ് ഇനി വരിക. ഭയങ്കര ടൈം എടുക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ സങ്കടപ്പെട്ടിട്ട് വരുമ്പോൾ നമുക്ക് ഇത്രയും സന്തോഷത്തിൽ ഗിഫ്റ്റ് കാണാം. മനസ്സിലായി, നമ്മൾ ഇത്ര ആഘോഷത്തിൻ്റെ ഇടയിലും നമുക്ക് നമ്മുടെ നാട്ടുകാരെ മിസ് ചെയ്യും. ബലൂണൊന്നും തരുമോ? മുഫി ഒരിക്കലും പ്രതീക്ഷിക്കില്ല. മുഫി ആകെ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റോബോട്ട് മാത്രമാണ്. അവനക്ക് ഇങ്ങനെ ആനിമീന്റെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. ആനിമി കാർട്ടൂണൊക്കെ ഇല്ല, അതിലൊരാളാണ് ഈ റോബോട്ട്. അപ്പോൾ അത് മതി ബർത്ത്ഡേക്ക് പറഞ്ഞിട്ട് അവനെ കൊണ്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്യിപ്പിച്ചിട്ട് വരുത്തിപ്പിച്ചാണ്. ബാക്കിയൊന്നും മുഫിക്ക് അറിയില്ല. ആ റോബോട്ടിന്റെ കഥ മാത്രമേ മുഫിക്ക് അറിയുള്ളൂ. ഇനി ഒരു വൈറ്റ് അങ്ങനെ കളർ കറക്റ്റ് ആവുള്ളൂ. അവിടെ തൂക്കിയിടാനാണ് ഇത് പ്ലാൻ. ഇതിന്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇനി പിന്നെ ഒരു കാര്യം പറയാനേ പറ്റുന്ന വെച്ചാൽ മുഫിന്റെ ബർത്ത്ഡേന്റെ അന്നാണ് ഞാൻ മുഫിന്റെ അടുത്ത് തിരിച്ചത് എനിക്ക് ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഒരു കേക്ക് ഉണ്ട്, ചെറിയൊരു കേക്ക്. ഇതാ അവിടെ കുഞ്ഞു കേക്ക് കണ്ട നിങ്ങൾ ഗൈസ്, ആ കാറിന്റെ അപ്പുറത്ത്
അതന്നെ അത് മുഫിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് അതിന്റെ വലിയ കാർ വാങ്ങാനുള്ളതൊന്നും ഞാൻ ആയിട്ടില്ല. അപ്പൊ ഞാൻ ചെറിയ കാർ മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സും കേക്കും സംഭവമൊക്കെ. കേക്കിന്റെ കഥ സംഭവം എന്താ വെച്ചാ മുഫിന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഫസ്റ്റ് ഇഷ്ടമാണ് പറഞ്ഞ ദിവസമാണ്. അപ്പൊ ഒരു 1 year ആവും. അപ്പൊ അതിനെ പറ്റി ഒരു കുഞ്ഞ് കേക്കും ഹാപ്പി ബർത്ത്ഡേ എന്നെഴുതിയ വലിയ കേക്കുമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ രണ്ടും ഹാപ്പി ആനിവേഴ്സറി, ഫസ്റ്റ് ലവ് ആനിവേഴ്സറി എന്നാണ് ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തന്നത്. അപ്പൊ മുഫി ചിലപ്പോ മുഫിക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഞാൻ ആ ദിവസമാണ് ചിലപ്പോ ഇഷ്ടമാണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ മുഫി കണ്ടാൽ നിട്ടും നിക്കാതെ കഴിഞ്ഞിട്ട് 1 year ആയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. ആദ്യമായിട്ടായിരിക്കും ബർത്ത്ഡേക്ക് ഫസ്റ്റ് വെഡിങ് ലവ് ആനിവേഴ്സറി കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാനായിരിക്കും. ഒന്ന് വേഗം വീർപ്പിക്കും. പിന്നെ ഈ ലൈറ്റും സെറ്റപ്പൊക്കെ ഞാൻ മേടിച്ചതാണ്. കണ്ട മിന്നണ ലൈറ്റ്. ഇതിന് മുമ്പ് റൂമിൽ വെക്കാൻ വേണ്ടിട്ട് മേടിക്കാ പറഞ്ഞപ്പോ മുക്കി സമ്മതിച്ചില്ല. ഇത് ചുളിവില് ഈ പേരുമായിട്ട് മേടിച്ചൊന്നും പറയില്ലല്ലോ. അല്ലെങ്കിൽ മേലെടുത്ത് വെക്കുകയും നല്ലോണം മേലേക്കാക്കും. ഇനി എത്തിയിട്ടില്ല. ഞാനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓടിപ്പടഞ്ഞ് വന്നതാണ്. മേക്കപ്പ് ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അത് ബലൂൺ താഴെ വീണു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നല്ല ദേഷ്യത്തിലാണ് വരുന്നത്. കാരണം കുറെ നേരം പിടിച്ചു നിർത്തിയില്ലേ നമ്മള്. പക്ഷെ ഇത് കാണുമ്പോ അവൻ സന്തോഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിനായിട്ട് അവന്റെ റോബോട്ടും ഫെറാറിയും കണ്ടാൽ സന്തോഷിക്കും. ാലും വെറുതെ ഇരിക്കൊണ്ട് ബലൂൺ വീർപ്പിക്കും. എവിടെ എത്തി മുഫി? 8:13 ആയല്ലോ. എത്താറായ? വേഗം വാ, പുറത്തു പോണ്ടേ? എവിടെ എത്തി? ആ ഓക്കെ. ഡ്യൂട്ടി കഴിഞ്ഞ കളിപ്പിലാണ് മുഫി വരുന്നത്. കാരണം 6 മണിക്ക് കഴിയേണ്ട ഡ്യൂട്ടി എന്തോ കുറെ നേരം പിടിച്ചു നിർത്തിയിട്ട് ഇപ്പൊ അവന് 8:30 എത്തണം. മെട്രോ അറിയിട്ടുണ്ട്. നമ്മളൊക്കെ ഹാളത്തെ വാതിൽ തുറന്നു വെക്കാം. ഞാൻ റെഡിയാക്കി തന്നത്. ശനിയാഴ്ച ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ലേ ഗുറേക്ക് പോയി ഉച്ചക്ക്. അന്നേരം വാങ്ങിയതാണ്. എന്നിട്ട് ഞാനന്ന് മഗ്ദീനും ബർഗറും കഴിച്ചു. അത് പറഞ്ഞില്ല. എനിക്ക് ഇത്രയും ദിവസം പറയാൻ കിട്ടാണ്ടില്ലേ ഉള്ളിൽ കിടന്ന് വെതമ്പേഴുന്നു വെള്ളി. ശനിയാഴ്ച മുതൽ ഇത്രയും ദിവസം ഇപ്പൊ കാത്തിരുന്നത് അത് പറയാനായിരുന്നു. വേറൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ 2 കേക്ക് ഏൽപ്പിച്ചു. ഞാൻ കഴിഞ്ഞ നിന്റെ ബർത്ത്ഡേക്കല്ലേ ലവ് യു എന്ന് പറഞ്ഞത്. അതാ കണ്ട ചെറിയ മിനി കേക്ക്. ഫസ്റ്റ് ലവ് ആനിവേഴ്സറി. സെക്കൻഡ് കേക്കിനും അവര് ഫസ്റ്റ് ലവ് ആനിവേഴ്സറി എഴുതി. അപ്പൊ ഇത് നീ ഹാപ്പി ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ടില്ലേ കേക്ക് മുറിക്കണം. ഓക്കെ ബാഗ് തരോ? ഞാൻ
അങ്ങനെ എന്റെ മുഫിക്ക് 24th എത്ര 24th ബർത്ത്ഡേക്ക് 24 ഗിഫ്റ്റ്സ് ആയിട്ട് ഹസി ബ്ലോഗ്സ്. പക്ഷെ അതിൽ ഒന്ന് കുറവുണ്ട്, അത് ഞാനാണ്. സർപ്രൈസ് ആയി, പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നീ മൂന്നാമത്തെ കോളാകുമ്പോ തന്നെ ഇവര് എന്റെ അടുത്ത് പറഞ്ഞു വെറുതെ വിളിക്കണ്ട വേറൊരു സർപ്രൈസ് ഉണ്ട്. നീ എന്താ ലേറ്റ് ആവാൻ കാരണം അറിയോ? ഞാൻ വിളിച്ച് പറഞ്ഞു നിന്നെ ലേറ്റ് ആക്കണമെന്ന്. എനിക്ക് തോന്നി ഫായിന്റെ കളി തന്നെ എന്താക്കി ഫായില് ഇന്ന് സ്റ്റോക്ക് എടുക്കാണ് വൈകുന്നേരം അവണിക്ക് എടുക്കുന്ന ഇപ്പൊ എടുത്തൂടെ. കൊറച്ചൊന്നും മനസ്സിലായിനി. മനസ്സിലായില്ല. നീ ഭയങ്കര നോക്ക് നിന്റെ റോബോട്ട് ഇത്ര ദിവസം മുഫി ഞാൻ മുഫിന്റെ കാർട്ടൂണിലെ ഒരു റോബോട്ടാണ് ഇത്. ഇത് മതിന്ന് ബർത്ത്ഡേക്ക് പണ്ട് മുഫി എനിക്ക് ഓർഡർ ചെയ്ത് തന്നതാണ് കേട്ടോ. പക്ഷെ ഇത് നേരത്തെ വന്നപ്പോ മുഫി കൊറേ ദിവസമായിട്ട് ഇത് പൊട്ടിക്കണം പറഞ്ഞിട്ട് നിന്നിട്ട് പൊട്ടിക്കാനേ മുഫിക്ക് പറ്റിയിട്ടില്ല. 19-ാം തീയതി നീങ്ങിട്ട് വെച്ചിടെ. എന്നിട്ട് ഇതുവരെ ഞാൻ മുഫി കൊടുത്തില്ല. ഈ റോബോട്ട് റോക്കറ്റ് ഒക്കെ ആവും. തുറക്ക് മുഫി തുറക്ക് കാണിച്ചോർക്ക് റോബോട്ട്. ഇദ്ദേഹം ചിലപ്പോ മുഫിക്ക് നല്ല ഇഷ്ടം. കണ്ട ഇതിൽ അരിവാളൊക്കെ ഉണ്ട്, മടുവാള്. നോക്ക് ഹസി മുഫി എഴുതിയ പേഴ്സ് അങ്ങനെ ഒപ്പിച്ച് സർപ്രൈസ് ആയില്ലേ, സന്തോഷായി. ആ മുഫിന്റെ എന്താണ് ഞാൻ ഇത് ഓർഡർ ചെയ്ത് കൊടുത്തുട്ടോ. എന്നിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മദീന പോയപ്പോ നമുക്കൊരു പേഴ്സ് വാങ്ങണം പറഞ്ഞു. ഞാൻ പറഞ്ഞു പേഴ്സ് ഒന്നും വാങ്ങണ്ട, നമുക്കൊരു ഷർട്ട് വാങ്ങണം, ഷർട്ട് ഒന്നും വാങ്ങണ്ട, ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. വേറൊരു സർപ്രൈസ് ഉണ്ട്. നീ ഇങ്ങനത്തെ ഷൂ വാങ്ങണം. അല്ല ഇതിലെന്താ പറ ഷൂ അല്ലേ? എങ്ങനത്തെ ഷൂ പറ? ബൂട്ട് ഷൂ. സ്പ്ലെൻഡർ ഇഷ്ടപ്പെട്ട സ്പ്രേ. ഇതെന്തിനാന്നറിയോ? പ്രോട്ടീൻ കുടിക്കുന്ന സമയത്ത് നിനക്ക് കുപ്പിയിൽ വെറുതെ ആവില്ല. അപ്പൊ ഇതിൽ പ്രോട്ടീൻ പൗഡർ ഇട്ടാ പുറത്ത് പോവില്ല. എന്നിട്ട് ഇതിങ്ങനെ കുടിക്കാൻ ഇഷ്ടായോ? വേറെ സംഭവമുണ്ട്. അതാ നിന്റെ ഫെറാറിന്റെ കാറ്. റിമോട്ട് കാറാണ്. നോക്ക് ഞാൻ കടയിൽ പോയിട്ട് ചോദിച്ചു മേടിച്ചതാണ്. നീ ഇങ്ങനത്തെ കാർ ഫോട്ടോ കാണിച്ചു തന്നിട്ടില്ലേ? എനിക്ക് ഇതിന്റെ വലുത് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അല്ല ഇതിൽ ഒതുക്കിയതല്ല. ഇൻഷാ അല്ലാഹ് ഒരു 10 years ഒക്കെ കഴിഞ്ഞിട്ട് ഫെറാറി ഓർമ്മിച്ചാ ഈ വീഡിയോ. അപ്പൊ ഞാൻ വിളിച്ചത്. ഇപ്പൊ നിനക്ക് ഇഷ്ടായോ? അല്ല പിന്നെ വേറൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇത് നോക്ക്. പിന്നെ കുറച്ച് ഷർട്ടും പാന്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നോക്ക്. ഇത് ഇഷ്ടായ? ഇത് ഫസ്റ്റ് ലവ് ആനിവേഴ്സറിക്ക് ഞാൻ തന്നതാണ് നിനക്ക്. ആ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇല്ലേ ഞാൻ ഇഷ്ടമാണ് പറഞ്ഞത്. ഇഷ്ടായ? ഇത് ലേറ്റ് കത്തും, പക്ഷെ ബാറ്ററി ഇടണമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ എടുത്ത് വെക്കാം. കൂളിംഗ് ഗ്ലാസ് മേടിച്ചു തന്നിട്ടുണ്ട്. അത് ബ്രൗൺ കളർ അല്ലേ, ഇത് നീല കളർ. ഇഷ്ടായ? നമുക്ക് ഈ സീൻ കട്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് ഇനി ബാക്കിയൊക്കെ ഇതൊക്കെ ഇഷ്ടായ? നമുക്ക് കേക്ക് മുറിക്കാട്ടോ. ഇപ്പൊ കട്ടേ കേക്ക് റെഡി ആക്കട്ടെ. മിഠായിട്ട് 24 ഗിഫ്റ്റിൽ കൂട്ടുണ്ടോ? വെച്ചോ. കറക്റ്റ് നമുക്ക് തികഞ്ഞൂല മിഠായി. ഇല്ല ഇത് എന്റെ ഇടും. ഓക്കെ ഇനി അധികം സൂം ചെയ്യണ്ട. കഷ്ടപ്പെട്ട് പെറുക്കിയത് ഞാൻ താഴ്ന്ന് പെറുക്കിയതാണ് ഇതിലിട്ടത്.
ഞാൻ ഇപ്പൊ മുറിക്കാൻ പോനെ ബർത്ത്ഡേ ആണ്. പക്ഷെ നമുക്ക് കേക്ക് എഴുതിയത് മാറി തന്നു. നീ ബർത്ത്ഡേ ആണ് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ കേക്ക് മുറിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ മുഫി. കൈ ഞാൻ എനിക്ക് തരാം. ചെയ്യാൻ പറ്റില്ല. ആയിട്ടില്ല. വേറൊരു സംഭവം ഉണ്ട്. അതായിട്ടില്ല. പൊട്ടിക്ക്. ഞാൻ ഒപ്പിക്കും. ഇവിടെയോ ഫോട്ടോയിലുള്ളതാണ്. നിന്നെ മാത്രം കൊടുത്ത് ഞാൻ അവിടെ മാത്രം പഠിപ്പിക്കാൻ കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും നമുക്ക് കൊടുക്കാം. കഴിഞ്ഞ ബർത്ത്ഡേക്കാണ് ഞാൻ മുഫിന്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞത്. മുഫി മറക്കും, പക്ഷെ ഞാൻ മറക്കില്ല. മൂച്ചാടെ അതെന്താണ് ഇത് കഴിക്കാൻ പറ്റുമോ? ടെസ്റ്റ് ആക്കുന്നല്ലേ നീ? കഴിക്കാൻ പറ്റില്ല. ക്യാൻഡിലാണോ? മുഫി ഇതെന്ത് കേക്കാണ്? ചുണ്ണിക്കേക്ക്. മുഫി നേരത്തെ പറഞ്ഞത് ആ ചുണ്ണിക്കേക്ക് എടുക്ക്. നിങ്ങളവിടെ ഈ കേക്കിന് എന്താ പറയാ? ഞങ്ങളവിടെ മിനി കേക്ക് എന്ന് പറയാം. മുഫിന്റെ അവിടെ ചുണ്ണിക്കേക്ക് എന്ന് പറയാം. കുട്ടിക്കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വേഗം കഴിച്ചു തീർക്കണ്ട. വീട് എടുത്തോണ്ടിരുന്നു. വീട് എടുത്ത് അവിടെ നിന്ന് ആരും വരില്ല. അത് എനിക്ക് വലിയ കഷ്ണം. ആ കേക്ക് മതി എനിക്ക്. ഇത് വേണ്ട. ഇതൊന്നുണ്ട. ഇതെന്തോ ഇതെന്താ ഇങ്ങനെ മാറലടാ? അത് കേക്ക് എന്ത് കേക്കാണ് നിങ്ങൾ ഇങ്ങനെ തിന്നണത്? നല്ല ടേസ്റ്റ്. ഓളന്റെ കേക്ക് മുറിച്ച് ഓളന്നെ തിന്ന് തീർത്ത്. കണ്ട അവിടെ പാവ വേണ്ട. ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമായി. നമുക്ക് മുഫിന്റെ വക ട്രീറ്റിന് നമ്മൾ പുറത്തു പോകണം. പറയണേ ചൂടുവെള്ളം കിട്ടില്ല. മുഫിന്റെ സിക്സ് പാക്ക് ഒന്നും ആർക്കും കാണിക്കണ്ട. മുഫി കാണിക്കണ്ട. മുഫിന്റെ ഇൻസ്റ്റാഗ്രാമില് ഒരു ഹൈലൈറ്റില് ഫുള്ള് ഷർട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സിക്സ് പാക്ക് കാണിക്കണത്, ഇങ്ങനെ സിക്സ് പാക്ക് കാണിക്കാനുണ്ട്. ഇവിടെ ഷർട്ട് ഇല്ലാണ്ട് അപ്പുറത്തേക്ക് ഇറങ്ങൂല ആൾക്കാര്. കണ്ണട്ടോ വിചാരിച്ചിട്ട്. ഞാൻ പറയും എന്താ നിനക്ക് അങ്ങനെ പോകാൻ പറ്റുകയാണെങ്കിൽ ഈ ഇൻസ്റ്റയിലുള്ള സിക്സ് പാക്ക് ഒന്ന് ഡിലീറ്റ് ആക്കുക പറയുമ്പോ ഡിലീറ്റ് ആക്കൂല. ഇതെന്തിനാ ഇത് ഈ ഷർട്ട് എടുത്തെന്ന് അറിയാം. ഇപ്പൊ ഞാൻ മുഫിന്റെ ഷർട്ടാണ് ഇടുന്നത്. ഈ ഷർട്ട് മുഫിക്ക് കൂടെ എനിക്ക് കൂടെ അതിന് മാച്ച് ആയിട്ട് എടുത്തതാണ് ഞാൻ. എനിക്കിഷ്ടായ നീ ഇത് ഷർട്ട് ഇടും. ഈ ഷർട്ട് ഇടും. ഞാൻ പറഞ്ഞു മെറൂൺ എടുക്കാനും ഷർട്ട് വരുമ്പോ. ഞാൻ പറഞ്ഞതല്ലേ ബാസില്. ഒക്കെ എന്റെ സെലക്ഷൻ അല്ലേ. ഒക്കെ നിനക്ക് ഇഷ്ടായ? ഫസ്റ്റ് ലവ് ആനിവേഴ്സറി ആണ് കേട്ടാ. അതും ഫസ്റ്റ് ലവ് ആനിവേഴ്സറിക്ക് എനിക്കൊന്നുമില്ല.
ഞാൻ മറക്കില്ല. ആ മെഴുകുതിരൊന്ന് നിർത്തൂ. കുട്ടിയെ മുഫിനെ മതി, സഹലിനെയും ഫാസിനെയും ഒന്നും വേണ്ട. ചെറുപ്പം മുതൽ ഞങ്ങൾ ഒന്നും തുടങ്ങിയതല്ല. വീർപ്പിച്ച് ക്ഷീണിച്ച ഇവർക്കൊക്കെ ഞങ്ങളുടെ വക ട്രീറ്റായിട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്ന പിസ്സ കഴിക്കാൻ പോകുന്നു. ഇവർക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ കണക്കി കൂട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പിസ്സ കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ വലിയ പിസ്സയാണ് ഓർഡർ ചെയ്തത്. കാരണം എൻ്റെ കൂടെ 4 മല്ലന്മാരാണുള്ളത്. മുഫയ്ക്ക് ഈ പ്രയാണത്തിൽ ഏത് ഭാഗമാണ്, ഏത് ഗിഫ്റ്റാണ് മുഫയ്ക്ക് ഇഷ്ടപ്പെട്ടത്? 24 ഗിഫ്റ്റിൽ എനിക്ക് നമ്മളെ ഫോട്ടോ, വേറെന്താ ഇഷ്ടമായത്? പിന്നെ നിന്നെ ഫസ്റ്റ് ഇഷ്ടമായ. സോറി, ഫസ്റ്റ് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നുകൂടി ചോദിക്കാം. മുഫയ്ക്ക് 24 ഗിഫ്റ്റിൽ ഏത് ഗിഫ്റ്റാണ് ഇഷ്ടമായത്? 25ാമത്തെ, അതായത് നീ. എന്നെയോ? അത് കഴിഞ്ഞിട്ട് ഏത് ഗിഫ്റ്റാ ഇഷ്ടമായത്? അത് കഴിഞ്ഞിട്ട് നീ. അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് നീ. തന്നെ ഹാപ്പിയാ? സന്തോഷമായ? പിസ്സ വന്നിട്ട് മതിയില്ലേ? ഞാൻ വേഗം കൊണ്ടുവരാൻ, എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞത്. നീ പോയിട്ട് ഒന്ന് സുപ്രീം ആണെന്ന് പറഞ്ഞല്ലേ? എങ്ങനെ മനസ്സിലായി? ഏത് സുപ്രീം പറഞ്ഞത്? ക്യാൻസൽ ആക്കിയ ഏത് ക്യാൻസൽ ആക്കി? ബട്ടർ ചിക്കനാ? സഹല് ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തോണ്ട് ഞാനത് ക്യാൻസൽ ആക്കിയിട്ട് സുപ്രീം ഓർഡർ ആക്കി. ബന്ധമൂക്കി. ഇനി സഹല് മിണ്ടില്ല കേട്ടാ, ഒരാഴ്ചക്ക് മിണ്ടില്ല. റൂമിന്റെ താഴെ വന്ന് നിൽക്കും. എന്നിട്ട് ഞാൻ ഹസിന്റെ അടുത്തേക്ക് ഇല്ല പറയും, ബേബിന്റെ അടുത്തേക്ക് ഇല്ല. പാവമാണ്, നല്ല മനസ്സുള്ളവനാണ്. ഇത്രയും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ മറ്റേ ഡയലോഗ് ചന്ദ്രനുണ്ടോ? എന്താ പറയണ്ടേ? ഇത്രയും നേരം നമ്മൾ പിസിക്കുമ്പോൾ പോയി ഇവരെന്ത് ചെയ്യും? ഇവിടെ നമ്മൾ പിസക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ ഹാഷിമ് ഫുള്ള് സൊള്ളലാണ്. ഹലോ ചന്ദ്രേട്ടാ പറഞ്ഞിട്ട് വിളിക്കണ്ട്. ചന്ദ്രനുണ്ടോ? ആകെ അലിഞ്ഞു പോയിരുന്നു. പ്രതീക്ഷിച്ചിരുന്ന ഇല്ലല്ലോ. ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ കേട്ടു. എന്ത് അവിടെ പോയി പറഞ്ഞത് അല്ല, നിങ്ങൾ പിസ്സ മാറ്റിന്നല്ലേ പറഞ്ഞത്? ഞാൻ പിസ്സ അല്ല. അല്ല, എനിക്കറിയാം. ചിക്കൻ ചെയ്തു അപ്പൊ ഞാൻ റെഡിയാക്കിയതോ? കഴിഞ്ഞിട്ടില്ലടാ. ശരി വെച്ചോ, എല്ലാം കൂടി ഇപ്പൊ തീർക്കില്ല. നമ്മൾ പിസ്സയൊക്കെ കഴിച്ച് വന്നിട്ട് ഫുൾ ക്ലീനിങ് ആണ്. മുഫിനെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ് ഞാൻ. മുഫി ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, ഹാപ്പി ബർത്ത്ഡേ 24 ഇരുന്നോട്ടെ. കഷ്ടപ്പെട്ടിട്ട് വെയിലത്ത് പോയിട്ട് മേടിച്ചതാണ്. അവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ ഇനിയിപ്പോ കളയണം, ഫുൾ പണിയാണ് എനിക്കല്ല മുഫിക്ക്. അപ്പൊ നമ്മളെ മുഫിന് ബർത്ത്ഡേ കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ജസ്റ്റ് വീഡിയോ മാത്രം കാണരുത്, കമന്റും ഇടണം. പിന്നെ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മുഫിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യേണ്ടതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. മുഫിക്ക് ഇഷ്ടായില്ലേ? പിന്നെ ഏതാ ഇഷ്ടായത്? അപ്പൊ ഏത് ഇട്ടത്ത് ചോദിച്ചാലും രാത്രി ചോദിച്ചാലും ഒരൊറ്റ ഉത്തരേ പറയാൻ പറ്റും. അപ്പൊ ഗൈസ്, ബൈ ബൈ.